ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ഇനി വെറും 6 ദിവസം കൂടി ഉള്ളൂ. ഈ ലാസ്റ്റ് 6 ദിവസം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ റിവിഷൻ പോളിസി? മക്കളെ, നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ഇല്ല എങ്കിലും ഞാൻ ചില കാര്യങ്ങളൊന്ന് ആഡ് ഓൺ ചെയ്തുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് റാങ്ക് അടിക്കാനുള്ള ഒരു പരീക്ഷ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കൊരു ക്വാളിഫയിങ് നേച്ചറിലുള്ള ഡിഗ്രി പ്രിലിംസിന്റെ എക്സാം ആണ്. ഒന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. 100 മാർക്കും കറപ്പിച്ച് 100 മാർക്ക് നേടി റാങ്ക് അടിക്കാനുള്ള പരീക്ഷ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. അയ്യോ, അത് പഠിച്ചില്ലല്ലോ, ഇത് പഠിച്ചില്ലല്ലോ, കറണ്ട് അഫെയർ പഠിച്ചില്ല, അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ പഠിച്ചില്ല, ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം പഠിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടി നടന്ന് പഠിക്കാനുള്ള ടെൻഡൻസി കൂടുന്ന സമയമാണ് ഈ എക്സാമിനോട് അടുത്ത് നിൽക്കുന്ന ലാസ്റ്റ് മൊമെന്റ്. മക്കളെ, ഇതിനെ നിങ്ങൾ മറികടക്കാനായിട്ട് നിലവിൽ നിങ്ങൾ എന്തു പഠിച്ചോ ആ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് മാത്രം നിങ്ങളുടെ സമയം ചെലവഴിക്കാം. ഇനി പുതിയതായിട്ട് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ട് എങ്കിൽ അതെന്റെ കൊക്കിലിണങ്ങുന്നതാണ്, പെട്ടെന്ന് പഠിച്ചാൽ എൻ്റെ മനസ്സിലേക്ക് കയറുന്നതാണ് എന്നുള്ളത് മാത്രം പഠിക്കാം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒട്ടും പഠിച്ചാൽ മനസ്സിലാവാത്ത കാര്യങ്ങളുടെ പുറകെ പോയാൽ നിങ്ങളുടെ സമയം വെറുതെ പോകുമെന്നുള്ളതല്ലാതെ പരീക്ഷയ്ക്ക് അത് യാതൊരു തരത്തിലും ഗുണം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഉറപ്പിക്കുക, നിങ്ങൾ നന്നായി റിവൈസ് ചെയ്യാനായിട്ടാണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. 2, ഏറ്റവും എളുപ്പമുള്ള പെട്ടെന്ന് പഠിച്ചാൽ തലയിൽ കയറുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പുതിയതായി പഠിക്കാൻ സമയം കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു OMR പരീക്ഷയാണ്. അവിടെ സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതുവരെയും നിങ്ങൾ സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ മുതൽ തുടങ്ങിക്കോ മക്കളെ. ഇനിയുള്ള ഈ 6 ദിവസവും പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചെയ്തു പഠിക്കാം. അതൊരു OMR ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു എക്സാമിനേഷൻ ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ടെസ്റ്റ് പാക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ പരമാവധി എക്സാംസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യാനായിട്ടും എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഒരു ധാരണ ഉണ്ടാക്കി എടുക്കാനായിട്ടും പറ്റും. അപ്പൊ എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യുക. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് സമാധാനമായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമം നടത്തുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്ന സമയമാണ് ഈ എക്സാം അടുത്ത് നിൽക്കുന്ന സമയം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്. ഞാനൊന്നും പഠിച്ചെത്തിയില്ലല്ലോ, സിലബസ് മുഴുവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനായിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും? ടെൻഷൻ അടുപ്പിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ ഈ എക്സാംസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അയ്യോ, ഞാൻ ആ ഭാഗം ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലോട്ട് കയറി വരും. ഇനിയും 4 ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതാൻ പോകുന്നതാണ്. അപ്പൊ അവരുടെ ഇടയ്ക്ക് എനിക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള ടെൻഷനും വരും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ടും പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്നതാണ്. അത്യാവശ്യം നന്നായി പഠിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അവസാന സമയത്ത് ഈ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഈ ടെൻഷൻ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകരുത്. കാരണം നിങ്ങൾക്ക് ആകെ 1.25 മണിക്കൂർ മാത്രമാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ലഭിക്കുക. സാധാരണഗതിയിൽ ഒരു പരീക്ഷയ്ക്ക് 90 മിനിറ്റ് ഉണ്ടെങ്കിലും ഡിഗ്രി പ്രിലിംസിന് 75 മിനിറ്റ് അല്ലെങ്കിൽ 1.25 മണിക്കൂറാണ് 100 ചോദ്യങ്ങൾ കിട്ടുക. അതിൽ തന്നെ 20 ചോദ്യങ്ങൾ മാത്സ് ആണ്. ഡിഗ്രി നിലവാരമുള്ള മാത്സ് ആണ്. അപ്പൊ അത്യാവശ്യം ചെയ്യാനുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ സമയം കളയാനായിട്ട് ആ മാത്സ് ചോദ്യങ്ങൾ കൊണ്ട് തന്നെ സാധ്യമാണ്. ഇനിയും ഇംഗ്ലീഷും മലയാളവും ചേർത്ത് 50 മാർക്കിന് ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഈ ടെൻഷനെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളുണ്ട് എന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പരീക്ഷയാണല്ലോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഈ പരീക്ഷ ഒരു 55+ ഒക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പാക്കിയിട്ട് മെയിൻസിന് വേണ്ടി പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ ടോപ്പിക്കൽ, നിങ്ങൾ പഠിച്ച ടോപ്പിക്കൽ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാം. അപ്പൊ ഈ ടെൻഷനെ എങ്ങനെ മാറ്റാനായിട്ട് പറ്റും? അതിന് സാധാരണഗതിയിൽ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ട ഒരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റും. 4:7:8 റൂളിലുള്ള ബ്രീതിങ് എക്സസൈസ്. അതായത് 4 സെക്കൻഡ് കൊണ്ട് വായിലൂടെ അടച്ചു പിടിച്ചതിന് ശേഷം മൂക്കിലൂടെ ശ്വാസം ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം ഒരു 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. then 8 സെക്കൻഡ് കൊണ്ട് അത് വായിലൂടെ പുറത്തേക്ക് എക്സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 4 സെക്കൻഡ് കൊണ്ട് ഇൻഹെയിൽ ചെയ്യുന്നു, 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, 8 സെക്കൻഡ് കൊണ്ട് അത് എക്സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരു ക്ലീശ ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. നിങ്ങൾ ഇപ്പോൾ ഒന്ന് ചിരിച്ചിട്ടും ഉണ്ടാവും. പക്ഷേ സാരമില്ലടാ, ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് അതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തോ. തീർച്ചയായും മറ്റുള്ളവർക്ക്, ആ ക്ലീശയായിട്ട് ചിരിക്കുന്നവർക്ക് അത് മാറ്റി എക്സസൈസ് ചെയ്ത് നന്നായിട്ട് ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്കും സാധിക്കും. അപ്പൊ എത്ര തവണ നിങ്ങൾ ഇത് എക്സാമിന് മുമ്പായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും തവണ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള തിയറമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? അത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആണ്.
അവിടെ 50 മാർക്കിന് ടോപ്പിക് ഉണ്ട്. അതായത് 100 മാർക്കിൽ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. ബാക്കി 50% GK ടോപ്പിക്കിൽ നിന്ന് കിട്ടുക. എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടത് എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം. ഞാൻ ഈ പരീക്ഷാ ഹോളിൽ കയറുമ്പോൾ തൊട്ട് പരീക്ഷയ്ക്ക് എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആ സമയം തൊട്ട് പരീക്ഷ അവസാനിക്കുന്ന സമയം വരെ ഞാൻ ഈ റൂട്ടിലൂടെ തന്നെ ആയിരിക്കും പോവുക എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ഫിക്സ് ചെയ്ത് വെക്കുക. അത് ഫിക്സ് ചെയ്ത് വെക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ്. അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങി കഴിയുമ്പോൾ അയ്യോ ഏത് ക്വസ്റ്റ്യൻ നോക്കണം, ആദ്യം ഹിസ്റ്ററി നോക്കണോ, അതോ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണോ, അതോ മാത്സ് നോക്കിയിട്ട് ഇങ്ങോട്ട് വരണോ, ഇംഗ്ലീഷ് നോക്കിയിട്ട് ഇങ്ങോട്ട് വരണോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് നമ്മുടെ കുറേ സമയം അനാവശ്യമായിട്ട് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ മോക്ക് എക്സാം എടുക്കുന്ന ഈ സമയത്ത് ഫിക്സ് ചെയ്യാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഇംഗ്ലീഷും മലയാളവും ചെയ്യുന്നതാണ്. അതിൻ്റെ റീസൺ ഇതാണ്. ഇംഗ്ലീഷും മലയാളവും ചോദ്യങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. ഈ രണ്ട് സെനാരിയോ മാത്രമേ ഉണ്ടാകാനുള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നന്നായി അറിയാം, അത് നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം, ആൻസർ മാർക്ക് ചെയ്യാം. ദെൻ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല. ഇതിനിടയ്ക്ക് ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ചിലപ്പോൾ സിനോണിമിലോ ആന്റോണിമിലോ ഒക്കെ ചിലപ്പോൾ ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ വന്നേക്കാം. അത് വളരെ വിരളമായിട്ട് മാത്രം, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും ആദ്യം ചെയ്താൽ അത് ആ ടോപ്പ് സമയത്ത് തന്നെ ഏതാണ്ട് 30 ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ, സമയം വളരെ കുറച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 20 ചോദ്യം ചെയ്യാനായിട്ട് ആദ്യത്തെ അരമണിക്കൂർ മാത്രം മതിയായിരിക്കും. അതായത് ഇംഗ്ലീഷിലെ 20 മലയാളത്തിലെ 10 കൂടെ ചെയ്യാൻ ആകെ ആദ്യത്തെ ഒരു അരമണിക്കൂർ മാത്രം മതിയായി എന്ന് വരും. അപ്പൊ അത്രയും സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ബാക്കിയുള്ള 3/4 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് GK ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ GK ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക. ആദ്യം നിങ്ങൾ 1 വേർഡ് ചോദ്യങ്ങൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. കാരണം എളുപ്പമുള്ള 1 വേർഡ് ചോദ്യങ്ങൾ ഒരുപക്ഷെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കാം. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സമയം തികയാതെ വരുന്നത് കൊണ്ട് തന്നെ ആ എളുപ്പമുള്ള 1 വേർഡ് ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ എളുപ്പമുള്ള 1 വേർഡ് ചോദ്യങ്ങളുടെ പോവുക. ഒരു 10 12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആദ്യമേ ശരിയാക്കാൻ പറ്റിയാൽ ഇംഗ്ലീഷും മലയാളത്തിനോടൊപ്പം അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് അവിടെ കിടക്കും. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് മാക്സിമം ഉപയോഗിക്കുക. അതായത് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെത്തി ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഇതിലൂടെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ മാത്സിലേക്ക് പോകുന്നതാണ് ബെറ്റർ. കാരണം മാത്സിൽ 20 ചോദ്യങ്ങളുണ്ട്. ആ 20 ചോദ്യങ്ങളിൽ തന്നെ റീസണിങ് ആണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു ട്രാപ്പ് ഇരിപ്പുണ്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ മാത്സിൽ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് റീസണിങ്ങിൽ നിന്നാണ്. അതായത് ഒറ്റയാനെ കണ്ടെത്താനായിട്ടുള്ളതോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനായിട്ടുള്ള ചോദ്യങ്ങളോ ഇതൊക്കെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ ഒന്ന് നോക്കിയിട്ട് ഉത്തരം കിട്ടിയില്ല എങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരുപാട് സമയം ചിലപ്പോൾ നമ്മുടെ ഈഗോ ഹർട്ടായിട്ട് അതിന്റെ പുറത്തിരിക്കും. അപ്പോൾ ഒരുപാട് സമയം എന്ത് ചെയ്യും, നമ്മുടെ വെറുതെ വേസ്റ്റ് ആയിപ്പോൾ. ഈ രീതിയിൽ ഇപ്പോൾ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ഈ സമയം തൊട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ പരീക്ഷാ ഹോളിൽ ചെല്ലുമ്പോൾ നല്ലൊരു പ്രാക്ടീസിലൂടെ കൃത്യമായിട്ടൊരു ചോദ്യ പേപ്പർ കിട്ടിയാൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം, അവസാനം എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മക്കളെ, ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ടുള്ള സമയമായിട്ട് ഈ ലാസ്റ്റ് 6 മിനിറ്റ് ചെയ്യുക. പ്രോപ്പർ റിവിഷൻ, പരമാവധി ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രീതിങ് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. എക്സാം എങ്ങനെ ചെയ്യണം എന്നുള്ള പാറ്റേൺ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെ പ്രോപ്പർ റിവിഷനും തരാനായിട്ട് പോകുന്നുണ്ട്. ഇന്ന് 25-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള ഓരോ ദിവസവും നിങ്ങൾക്ക് പ്രോപ്പർ റിവിഷൻ തരാൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ വിജയ് സാറ് മാത്സുമായിട്ടാണ് വരുന്നത്. ദെൻ നാളെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വൈഷ്ണവ് സാറ് കറണ്ട് അഫെയറുമായിട്ട് വരുന്നുണ്ട്. ദെൻ അതിനുശേഷം 27-ാം തീയതി അമൽ സാറ് ജോഗ്രഫി ആയിട്ട് വരുന്നുണ്ട്. ദെൻ ആതിര മിസ് 28-ാം തീയതി മലയാളവുമായിട്ട് വരുന്നുണ്ട്. ദെൻ 29-ാം തീയതി ഞാൻ എക്കണോമിക്സുമായിട്ട് വരുന്നുണ്ട്. വൈകുന്നേരം 5:30 മുതലുള്ള സമയത്താണ് ലൈവ് ഉണ്ടാവുക. ഒരു റാപ്പിഡ് റിവിഷൻ സെഷനാണ്. അപ്പൊ എല്ലാവരും വൈകുന്നേരം 5:30 മുതലുള്ള സമയം യൂട്യൂബിൽ നമ്മുടെ ക്ലാസ് കാണാനായിട്ട് അവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദെൻ 30-1 തീയതികളിൽ ഒരു കിട്ടിലൻ മാരത്തൺ റിവിഷൻ കൂടെ നമ്മൾ തരുന്നുണ്ട്. പരമാവധി ചോദ്യങ്ങൾ ചെയ്യിപ്പിച്ച് 30-31 ദിവസങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങളെ സെറ്റാക്കി മാത്രമേ ഞങ്ങൾ വിടുകയുള്ളൂ. ഇത് സൂപ്പർ നോട്ട്സിന്റെ വാക്കാണ്. ഇനി പരമാവധി ചോദ്യങ്ങൾ ചെയ്യാൻ എന്താണ് വഴി? അതിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് പാക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. 999 രൂപ മാത്രമാണ് ആ ടെസ്റ്റ് പാക്കിന് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ടെസ്റ്റ് പാക്കിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും, ഒന്ന് ഫില്ല് ചെയ്തോണം. ഇനി അതല്ലെങ്കിൽ 8281223366 നമ്പറിലോട്ട് വിളിച്ചോ. പരമാവധി ചോദ്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഏതാണ്ട് 15ഓളം ഫുൾ ലെങ്ത് എക്സാമുകളുണ്ട്. ദെൻ 13ഓളം വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. മറ്റ് സെക്ഷണൽ എക്സാമുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ധാരാളം ചോദ്യങ്ങൾ ചെയ്ത് കോൺഫിഡൻ്റ് ആയി പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. നമുക്ക് ക്ലാസ്സിൽ കാണാം.